അങ്കമാലി ശബരി റെയിൽപാതയും മൂവാറ്റുപുഴ ജില്ലയുടെ രൂപീകരണവുമടക്കം ഏറെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് രംഗം സജീവമായി കഴിഞ്ഞു. UDF-ലെ ജോസഫ് വാഴയ്ക്കനും LDF-ലെ എൽദോ എബ്രഹാമും BJP-യിലെ PJ തോമസും തമ്മിലുള്ള മത്സരം മുറുകുമ്പോൾ മണ്ഡലം ഇക്കുറി വാശിയേറിയ ത്രികോണ മത്സരത്തിന് വേദിയാകുമെന്ന് ഉറപ്പാണ്. വസന്തം വരികയാണെന്നും വികാസം നേടിയെന്നാട് വളർന്നു ഗ്രാമനഗരങ്ങൾ. ചിരിച്ചിടുന്ന നെൽപ്പാടം പിരിച്ചിടുന്ന വെൺപാത ക്ഷണം തേടുന്നു ബഹുദൂരം. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി രണ്ടാം വട്ടവും മത്സരരംഗത്തിറങ്ങുന്ന ജോസഫ് വാഴയ്ക്കൻ തികഞ്ഞ പ്രതീക്ഷയിലാണ്. തന്റെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന നേട്ടങ്ങൾ വോട്ടായി മാറുമോ എന്ന് സ്ഥാനാർത്ഥിയോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ജോസഫ് വാഴയ്ക്കൻ, നമ്മുടെ കഴിഞ്ഞ 5 വർഷത്തെ ഒരു വികസന നേട്ടങ്ങൾ അത് വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും ചെയ്യേണ്ടതാണല്ലോ. കഴിഞ്ഞ 5 വർഷം ഞാൻ എൻ്റെ ജീവിതം സമർപ്പിച്ച മണ്ണാണിത്. ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും, വികസന കാര്യങ്ങളിൽ മാത്രമല്ല, ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ, ചികിത്സാ ധനസഹായം എത്തിക്കുന്ന കാര്യത്തിൽ, വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രത്യേക റെയിൻബോ എന്ന എൻ്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ഉൾപ്പെടെ, അതുപോലെ തന്നെ നമ്മുടെ ആശുപത്രികളുടെ നവീകരണം ഉൾപ്പെടെ, വിവിധ കുടിവെള്ളം കൊണ്ടുവരുന്ന കാര്യത്തിൽ, റോഡുകൾ, പാലങ്ങൾ എന്ന് വേണ്ട എല്ലാ മേഖലകളിലും, ടൂറിസം മേഖലയിൽ മൂവാറ്റുപുഴ പുഴയോര ടൂറിസം പദ്ധതി ഉൾപ്പെടെ ഒട്ടേറെ പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്നതാണ്. ഇതൊന്നും വാക്കല്ല, ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ യാഥാർത്ഥ്യമായി നിൽക്കുന്ന കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും അതിനപ്പുറത്ത് ഈ 5 വർഷം എന്ന് പറയുന്നത് എപ്പോഴും 24 മണിക്കൂർ അവൈലബിൾ ആയിരുന്ന ഒരാളാണ് ഞാനിവിടെ, 365 ദിവസവും. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആ ഒരു സ്നേഹവും വാത്സല്യവും എവിടെ ചെല്ലുമ്പോഴും ഉണ്ട്. ഏറെ ചർച്ചാ വിഷയമായ ഒരു സംഭവമാണ് മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണം. ഈ ഒരു മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണത്തെ സംബന്ധിച്ചുള്ളൊരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കാനായിട്ടുള്ള കുറേ ശ്രമം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയതാണ്. നിയമസഭയിൽ അതിനുവേണ്ടി ഒരു പ്രമേയം തന്നെ അവതരിപ്പിക്കുക, അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ തന്നെ നടന്നതാണ്. പിന്നീട് നമ്മുടെ മുല്ലപ്പെരിയാർ പ്രശ്നമുണ്ടായ സമയത്ത് ആ ചർച്ച അല്പം ഒന്ന് തണുത്തത്. അതിനുശേഷം വീണ്ടും വിവിധ രൂപത്തിൽ ഞങ്ങൾ ആ ചർച്ചകളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. എറണാകുളം നഗരം ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാകുകയും മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് ഒരു റൂറൽ ഡിസ്ട്രിക്റ്റ് എന്നുള്ള ഒരു ആശയമാണ് ഇപ്പോൾ വളരെ സജീവമായി നിൽക്കുന്നത്. മലപ്പുറവും എറണാകുളവും ഡിവൈഡ് ചെയ്ത് ഓരോ ജില്ലകൾ കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പുതിയ ജില്ലകൾ കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കും എന്ന പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുകയാണ്. ശ്രീ K കരുണാകരൻ 82-ൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഇനിയൊരു ജില്ലയുണ്ടെങ്കിൽ അത് മൂവാറ്റുപുഴയായിരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രതീക്ഷയുണ്ട്, അടുത്ത 5 വർഷം ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലുണ്ടെങ്കിൽ ഒരു പുതിയ ജില്ല മൂവാറ്റുപുഴ കേന്ദ്രമായി ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാണ്. പ്രചരണം എങ്ങനെ പോകുന്നു മണ്ഡലത്തിൽ? നല്ല രീതിയിൽ പോകുന്നു. ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരൊക്കെ ആവേശഭരിതരാണ്. ഇവിടെ ഒരു തുടർഭരണ സംസ്ഥാനത്തുണ്ടാകാനും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ ഇവിടെ ഈ നിയോജക മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ, നിസ്സാര ഭൂരിപക്ഷത്തിനുള്ള വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ, അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പ്രവർത്തകർ. വസന്തം വരികയാണെന്നും വികാസം നേടിയെന്നാട് വളർന്നു ഗ്രാമനഗരങ്ങൾ. ചിരിച്ചിടുന്ന നെൽപ്പാടം പിരിച്ചിടുന്ന വെൺപാത ക്ഷണം തേടുന്നു ബഹുദൂരം. കേരളത്തിൻ ഭാവി കാണുവാൻ എത്തിയല്ലോ കാലം.
പ്രവർത്തന രംഗത്തെ വിജയത്തിളക്കവുമായാണ് എൽദോ എബ്രഹാം മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇനിയും വികസനം കാത്തു നിൽക്കുന്ന മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തെക്കുറിച്ചുള്ള സ്ഥാനാർത്ഥിയുടെ കാഴ്ചപ്പാടുകൾ സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിച്ചറിയാം. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഒരു നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? മൂവാറ്റുപുഴയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി LDF നിശ്ചയിച്ചതിന് ശേഷമുള്ള 32 ദിവസങ്ങൾ ഈ നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ആയിരക്കണക്കായ വോട്ടർമാരെ വോട്ടഭ്യർത്ഥിച്ച് ചെന്നപ്പോൾ ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത് ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്നോട് പങ്കുവച്ചത്. ഈ നിയോജക മണ്ഡലം യഥാർത്ഥത്തിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 25 വർഷക്കാലം യഥാർത്ഥത്തിൽ പിന്നോട്ട് അടുപ്പിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴയിലെ ജനങ്ങൾ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തെ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാർഷിക മേഖലയ്ക്കേറെ പ്രാധാന്യമുള്ള പ്രദേശമാണ് മൂവാറ്റുപുഴ. റബ്ബർ കർഷകരും പൈനാപ്പിൾ കർഷകരും കേര കർഷകരും ജാതി കൃഷി ചെയ്യുന്നവർ ഉൾപ്പെടെ കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു പ്രദേശം എന്ന നിലയിൽ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബർ ഉൾപ്പെടെയുള്ള വിളകൾക്ക് വിലയില്ലാതെ വന്നത് തന്നെ ഈ മേഖലയിലെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമായിട്ടുണ്ട്. കർഷകർ അവരുടെ ഇത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തൊഴിലാളികൾ അവർക്ക് തൊഴിലിൽ ഇല്ലാത്തതിൻ്റെ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾ അവരുടേതായ പ്രശ്നം സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്നോട് പങ്കുവയ്ക്കുന്നു. ഭവനരഹിതരായിട്ടുള്ള ആളുകൾ വീടിനെ സംബന്ധിച്ച് നമ്മളോട് ചർച്ച ചെയ്യുന്നു. ഭൂരഹിതരായിട്ടുള്ള ആളുകൾ ഭൂമിയെക്കുറിച്ച് ജനങ്ങൾ സ്ഥാനാർത്ഥിയോട് ചർച്ച ചെയ്യുന്നു. തകർന്ന റോഡുകൾ ഈ നിയോജക മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട നേർചിത്രമായി മാറുകയാണ്. വിവിധ മേഖലകളിൽ കച്ചവടം ചെയ്യുന്നവരുടെയും എല്ലാ വിഭാഗം ആളുകളുടെയും യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാവരുടെയും അഭിപ്രായം മൂവാറ്റുപുഴയിൽ ഒരു മാറ്റം അനിവാര്യമാണ്. ആ മാറ്റം എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ്. LDFിലാണ് ജനങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത്. തീർച്ചയായും മൂവാറ്റുപുഴയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്ര വിജയമുണ്ടാവും. മൂവാറ്റുപുഴയുടെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തരമായ തെരഞ്ഞെടുപ്പ് വിജയം ഈ ഇലക്ഷനിൽ LDFിന് ഉണ്ടാകും. LDFിന് അങ്ങനെ ഉണ്ടാകും എന്ന് പറയുന്നത് മൂവാറ്റുപുഴയിലെ ജനങ്ങൾ ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ തീർച്ചയായും സാക്ഷാത്കരിക്കാൻ എൽദോ എബ്രഹാം എന്ന് പറയുന്ന വ്യക്തി LDFിൻ്റെ കാഴ്ചപ്പാടുകൾ, വികസന കാഴ്ചപ്പാടുകൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ തീർച്ചയായും ഈ മൂവാറ്റുപുഴയിൽ നടപ്പാക്കും. ഏറെ ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ് മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് LDF സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ LDF പ്രതിനിധിയായി മത്സരിച്ച് വിജയിച്ചു വന്നാൽ എന്ത് സമീപനമായിരിക്കും സ്വീകരിക്കുക? ജില്ല സംബന്ധിച്ച് നയപരമായി എടുക്കേണ്ട തീരുമാനമാണ്. അത് സംബന്ധിച്ച് വ്യക്തിപരമായി മൂവാറ്റുപുഴയ്ക്ക് ഒരു ജില്ല വേണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്നാൽ ഇതെല്ലാം നയപരമായി എടുക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു വർത്തമാനം നടത്തുന്നത് നന്നല്ല. തീർച്ചയായും ഒരു ശക്തമായ ത്രികോണ മത്സരത്തിന് വേദിയാകുന്ന മൂവാറ്റുപുഴയിൽ എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ്, അല്ലെങ്കിൽ പ്രചരണം ഏത് രീതിയിൽ സജീവമാണ്? മൂവാറ്റുപുഴയിൽ ഒരേ ഒരു നാമധേയമാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയരുന്നത്. അത് എൽദോ എബ്രഹാമിൻ്റെ നാമധേയം മാത്രമാണ്. ജനങ്ങൾ മൂവാറ്റുപുഴയിലെ കർഷകരും മൂവാറ്റുപുഴയിലെ തൊഴിലാളികളും മൂവാറ്റുപുഴയിലെ വിദ്യാർത്ഥികളും മൂവാറ്റുപുഴയിലെ ചെറുപ്പക്കാരും സമസ്ത മേഖലകളിൽ പണിയെടുക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളുടെയും വോട്ടവകാശം ഉള്ളവർ, വോട്ടവകാശം ഇല്ലാത്തവർ എല്ലാവരുടെയും ഒരേ ഒരു അഭിപ്രായം, ഒരേ ഒരു നാമധേയം, അത് മൂവാറ്റുപുഴയിൽ എൽദോ എബ്രഹാമിൻ്റേതാണ്. മൂവാറ്റുപുഴയിൽ LDF ചരിത്ര വിജയം കുറിക്കും, യാതൊരു സംശയവുമില്ല. കേരളത്തിൻ ഭാവി കാണുവാൻ എത്തിയല്ലോ കാലം, ഭൂരിപക്ഷ വിജയം നേടുവാൻ തെരഞ്ഞെടുപ്പ് കാലം. അഴിമതി മൂടിയ ഭരണത്തിൽ നിന്നാശ ഭൂവിനു മോചനം, പൊയ്മുഖമല്ല മതേതരത്വം, നമ്മുടെ നീതി സമത്വം. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ തങ്ങളുടെ സ്വാധീനമറിയിക്കാൻ BJP നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യം രംഗത്തിറക്കിയിരിക്കുന്നത് BJP സംസ്ഥാന കമ്മിറ്റി അംഗം PJ തോമസിനെയാണ്. മണ്ഡലത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. സാർ, നമുക്ക് ഏത് രീതിയിലുള്ളൊരു കാഴ്ചപ്പാടാണ് BJP ഈ നിയോജക മണ്ഡലത്തിൽ വയ്ക്കുന്നത്? മൂവാറ്റുപുഴ പ്രധാനമായും ഗ്രാമീണ കർഷക പ്രധാനമായിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ്. ഇവിടെ 11 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയുമാണുള്ളത്. പഞ്ചായത്തുകളെല്ലാം തന്നെ
കാർഷിക മേഖലയിൽ ഉൾപ്പെട്ടതാണ്. പക്ഷെ കാർഷിക മേഖലയുടെ വികസനത്തിന് വേണ്ടി നാളിതുവരെ കാര്യമായിട്ടുള്ള ശ്രമങ്ങളൊന്നും തന്നെ ഇവിടെ MLA-മാരായിരുന്ന ആളുകളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മേഖലയാണിത് അടുത്ത പ്രദേശങ്ങളിൽ. പക്ഷേ ഇവിടെ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളൊന്നും തന്നെയില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടായിട്ടുള്ളത് പൈനാപ്പിൾ വ്യവസായ മേഖലയ്ക്ക് മാത്രമാണ്. ആ പൈനാപ്പിൾ വ്യവസായ മേഖല ഇന്ന് ഒരു കർഷകരുടെ ആധിപത്യത്തിലുണ്ടായിരുന്ന കമ്പനി ഇന്ന് ഏതാണ്ട് ഗവൺമെൻറ് ഏറ്റെടുത്ത അവസ്ഥയിലാണ്. പക്ഷേ കർഷകർക്ക് യഥാസമയം വില കിട്ടുന്നില്ല. ഇപ്പോൾ പലപ്പോഴും ഇതിന് ആവശ്യമായ ഗോഡൗണുകൾ, ശീതീകരണ സംവിധാനങ്ങൾ അത് ആവശ്യമാണ്. വാജ്പേയി ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്താണ് ചരിത്രത്തിലാദ്യമായി ട്രെയിനുകളിൽ, പ്രത്യേക ബോഗികളിൽ ശീതീകരണ സംവിധാനങ്ങളിലൂടെ പൈനാപ്പിൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും മറ്റും കയറ്റി അയച്ചത്. അതിനുശേഷം ഒരു ഗവൺമെൻറ്റും ആ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോൾ ഏത് രീതിയിലുള്ള ഒരു പ്രചരണ പ്രചരണം എത്രമാത്രം മുമ്പോട്ട് പോയി, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് മൂവാറ്റുപുഴ ജില്ലയിലുള്ള ഒരു പ്രചരണ സംവിധാനം? ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഇപ്രാവശ്യം കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഒരു മാറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം ജനങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അതൊരു അടിയൊഴുക്ക് പോലെയാണ്. അത് പുറത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ലെങ്കിലും കൗണ്ടിങ്ങിന് ശേഷം അത് നിങ്ങൾക്ക് ബോധ്യമാവും. അങ്ങനെയുള്ള ഒരു അടിയൊഴുക്കും ഒരു തരംഗവും എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി വരാനിരിക്കുന്നു, BJPയുടെ കേന്ദ്ര നേതാക്കളും മന്ത്രിമാരും വരാനിരിക്കുന്നു. വരുന്ന ദിവസങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദിവസങ്ങളായിരിക്കും. അങ്ങനെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായിട്ടുള്ള ഒരു മാറ്റം സൃഷ്ടിക്കുന്ന, കേരള രാഷ്ട്രീയത്തെ വഴിതിരിച്ചുവിടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നടക്കാനിരിക്കുക എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് BJPയും ദേശീയ ജനാധിപത്യ സഖ്യവും മുന്നോട്ട് പോകുന്നത്. അഴിമതി മൂടിയ ഭരണത്തിൽ നിന്നാശഭൂവിനു മോചനം, പൊയ്മുഖമല്ല മതേതരത്വം, നമ്മുടെ നീതി സമത്വം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ആവർത്തിച്ച് മണ്ഡലം നിലനിർത്താനുള്ള ശ്രമമാണ് UDF-ൻ്റേത്. ഇക്കുറി മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമവുമായി LDF-ഉം ഒപ്പത്തിനൊപ്പമുണ്ട്. അതേസമയം ഇരുമുന്നണികളിലെയും വിള്ളൽ മുതലെടുത്തുകൊണ്ട് പുതിയ സഖ്യകക്ഷികളുടെ പിൻബലത്തിൽ മണ്ഡലത്തിൽ തങ്ങളുടെ സ്വാധീനം അറിയിക്കാനുള്ള ശ്രമമാണ് NDA സഖ്യത്തിനുള്ളത്. സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിൽ നമ്മൾ ഇന്നുള്ളത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ മണ്ഡലത്തിലാണ്. മുതിർന്ന JDU നേതാവ് MV ശ്രേയംസ് കുമാറാണ് ഇവിടെ UDF സ്ഥാനാർത്ഥി. മൂന്നാമത്തെ തവണയാണ് MV ശ്രേയംസ് കുമാർ UDF, ആദ്യ തവണ LDF-നൊപ്പമായിരുന്നെങ്കിൽ പിന്നീട് UDF-നൊപ്പമായിരുന്നു. ഇപ്പോൾ മൂന്നാം തവണയാണ് MV ശ്രേയംസ് കുമാർ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ഒപ്പം തന്നെ വയനാട് CPM ജില്ലാ സെക്രട്ടറി CK ശശീന്ദ്രനും മത്സരരംഗത്ത് സജീവമായുണ്ട്. ഒപ്പം തന്നെ K സദാനന്ദൻ, BJP ജില്ലാ സെക്രട്ടറി K സദാനന്ദനും മത്സരരംഗത്ത് സജീവമാണ്. അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. CPM വയനാട് ജില്ലാ സെക്രട്ടറിയും ആയ സഹവ് CK ശശീന്ദ്രൻ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം മണ്ഡലത്തിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പര്യടനം? തെരഞ്ഞെടുപ്പ് പര്യടനം നല്ല ആവേശകരമാണ്. പൊതുവെ മുൻകാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള വലിയ അന്തരീക്ഷം ജില്ലക്കകത്ത് ഉയർന്നു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് കൽപ്പറ്റ മണ്ഡലത്തിനകത്ത് കൊച്ചുകുട്ടികൾ മുതൽ വളരെ പ്രായം ചെന്നവർ വരെ ഇടതുപക്ഷ ജയിക്കണമെന്ന വലിയ രീതിയിലുള്ളൊരു പൊതുവികാരം മണ്ഡലത്തിൻ്റെ ഏത് ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും.
ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനവിഭാഗങ്ങൾ കർഷകരും ആദിവാസികളും തോട്ടം തൊഴിലാളികളൊക്കെയാണ്. അവരുടെ ജീവിത പ്രയാസം UDF ഭരണത്തിന് കീഴിൽ 10 മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിലൊക്കെ ശക്തമായ പ്രതിഷേധം എല്ലാ മേഖലകളിലും ഉയർന്നു വരുന്നുണ്ട്. കർഷക ആത്മഹത്യ തുടരുകയാണ്. ഒരു കർഷകനെ UDF സർക്കാർ കടം തിരിച്ചടയ്ക്കാത്തതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ ഒരു ബദൽ സമീപനവുമായിട്ടാണ് LDF മുന്നോട്ട് പോകുന്നത്. കാർഷിക വ്യവസായങ്ങൾ വയനാട്ടിൽ ആരംഭിക്കണം. അതിലേറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് കാപ്പിയാണ്. കാപ്പി പൊടിക്കുന്ന ആധുനിക സൗകര്യത്തോടുള്ള വലിയൊരു ഫാക്ടറി വയനാട്ടിൽ ആരംഭിക്കാനാണ് ഞങ്ങൾ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി ആലോചിച്ചിട്ടുള്ളത്. മറ്റൊരു ജനവിഭാഗങ്ങൾ ആദിവാസികളാണ്. 5000 ആദിവാസികൾക്ക് VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് ഭൂമി കൊടുത്തു. ഈ സർക്കാർ 351 പേർക്ക് മാത്രമാണ് ഭൂമി കൊടുത്തിരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് ആനപ്പാറ സമരകേന്ദ്രത്തിന് അടുത്താണ്. അവിടെ ആദിവാസികൾ രേഖകളൊന്നും ഇല്ലാതെ താമസിക്കാൻ തുടങ്ങിയിട്ട് 4-5 വർഷമായിട്ടുണ്ട്. അവർക്ക് രേഖകൾ പോലും കൊടുക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അടുത്ത കാലത്ത് ആദിവാസികൾ ആംബുലൻസിലാണ് പ്രസവിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഓട്ടോറിക്ഷയിൽ ഒരു ആദിവാസി യുവതി പ്രസവിച്ചു. അങ്ങനെ വലിയ പ്രയാസമാണ് ആദിവാസികൾക്കുള്ളത്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് കൊടുക്കുന്നത് തോട്ടം തൊഴിലാളി മേഖലയിൽ എന്തിനാണ്? തോട്ടം തൊഴിലാളി മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് കൊടുക്കുന്നത് ഒന്ന് അവരുടെ കൂലി വർദ്ധിപ്പിക്കണം. അവരെ 500 രൂപയാക്കി കൂലി വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയണം. LDFൻ്റെ പ്രകടനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് പാടി ഒഴിവാക്കി അവർക്ക് വീടുണ്ടാക്കി കൊടുക്കണം. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയണം. മറ്റൊന്ന് മാനേജ്മെൻറ്റ് 5 സെൻറ്റ് ഭൂമി അവർക്ക് കൊടുക്കണം. പിന്നീട് BPL ലിസ്റ്റിൽ ആക്കണം. തോട്ടം തൊഴിലാളികൾ മുഴുവൻ ഏറ്റവും കുറഞ്ഞ കൂലിയുള്ള തൊഴിലാളികളാണ്. പക്ഷേ അവർ APL ലിസ്റ്റിലാണ്. അവരെ BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയണം. ഇതാണ് ഞങ്ങൾ പൊതുവെ ആലോചിക്കുന്നത്. ആദ്യമായിട്ടാണ് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഇപ്പോൾ അംഗം ആദ്യമായിട്ടാണ് മത്സരിക്കുന്നുള്ള കാര്യം ശരിയാണ്. നേരത്തെ ദീർഘകാലമായിട്ട് വയനാട്ടിലെ പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരാളാണ് ഞാൻ. ആ അനുഭവങ്ങളെല്ലാം വലിയ രീതിയിലുള്ളൊരു പിന്തുണയായിട്ട് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. കൊച്ചു കുട്ടികൾ മുതൽ, അതാണ് ഞാൻ പറഞ്ഞത്, കൊച്ചു കുട്ടികൾ മുതൽ വളരെ പ്രായം ചെന്നവർ വരെ രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിൽ എന്തായാലും LDF ആണ് ഇപ്രാവശ്യം അധികാരത്തിൽ വരിക. ആ പശ്ചാത്തലത്തിൽ കൂടെ കൽപ്പറ്റ അസംബ്ലി നിയോജകമണ്ഡലത്തിലും LDFൻ്റെ പ്രതിനിധിയാണ് ഉണ്ടാവേണ്ടത് എന്നുള്ള വലിയ പിന്തുണ രാഷ്ട്രീയത്തിന് അതീതമായി വ്യക്തികളും സുഹൃത്തുക്കളൊക്കെ എന്നെ അറിയിക്കുന്നുണ്ട്. വയനാടിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലം വെച്ചുകൊണ്ട് വയനാട്ടിൽ ഏത് രീതിയിലുള്ള വികസനമാണ് ആവശ്യം? വയനാട് കാർഷിക മേഖലയാണ്. അതുകൊണ്ട് വയനാട്ടിൽ കാർഷിക വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടി കഴിയണം. കാർഷിക വ്യവസായങ്ങൾ ആരംഭിക്കുക വഴി കർഷകർക്ക് കൂടുതൽ കൃഷി ചെയ്യാനുള്ള താല്പര്യമുണ്ടാവും. ചെറുപ്പക്കാർക്ക് പുതിയ തൊഴിൽ സാധ്യത വരികയും ചെയ്യും. ആധുനിക വ്യവസായ തൊഴിലാളികളായിട്ട് മാറ്റണം. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഞങ്ങൾ ബ്രഹ്മഗിരി എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുന്നുണ്ട്. അതിൽ 105 പേർക്ക് നേരിട്ടും 2000-ഓളം പേർക്ക് പരോക്ഷമായിട്ടും ജോലി കൊടുക്കുന്നുണ്ട്. അവിടെ മാംസ സംസ്കരണ യൂണിറ്റാണ്, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പക്ഷേ അവരെല്ലാം ആധുനിക വ്യവസായ തൊഴിലാളികളായതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ജോലിക്ക് വരുന്നുണ്ട്. സാധാരണ മാംസം തയ്യാറാക്കുക, അതിൻ്റെ ജോലി ചെയ്യുക എന്നൊക്കെ പറയുന്നതിന് അത്ര ആൾക്കാർ എളുപ്പത്തിൽ ഇടിച്ചു കയറി വന്നോളന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് നല്ലപോലെ ആളുകൾ വരുന്നുണ്ട്. ഞങ്ങളവരെ ആധുനിക വ്യവസായ തൊഴിലാളികളായിട്ട് പ്രത്യേക ഡ്രസ് കോഡൊക്കെ കൊടുത്തപ്പോൾ ഉഷാറായിട്ട് ആളുകൾ വരുന്നുണ്ട്. അതേപോലെ കാർഷിക മേഖലയിൽ നല്ലപോലെ വരാൻ വേണ്ടി കഴിയും. അതേപോലെ ഒരു ക്ഷീര കർഷകൻ കൂടിയാണ് ശശിയേട്ടൻ. അപ്പോൾ അത് ക്ഷീരമേഖല വലിയ പ്രതിസന്ധിയിലാണ്. മാർക്കറ്റിൽ 1 ലിറ്റർ പാലിന് 38 രൂപയുണ്ട്. കർഷകർക്ക് കിട്ടുക 25 രൂപ മുതൽ 26-27 രൂപ വരെയാണ്. കാലിത്തീറ്റ സബ്സിഡി റേറ്റിൽ കൊടുക്കാൻ വേണ്ടി കഴിയണം. അങ്ങനെ ക്ഷീരമേഖല കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന 2ാമത്തെ ജില്ലയാണ് വയനാട്. ആ മേഖലയിൽ നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇടപെടണം. അവർക്ക് ആവശ്യമായ സഹായങ്ങളും മറ്റു കാര്യങ്ങളും പ്രഖ്യാപിക്കണം. എല്ലാവിധ ആശംസകളും. സന്തോഷം. പടിഞ്ഞാറബിക്കടലിൽ ചെങ്കൊടിയുയരുന്നു, ഇരുണ്ട ഭൂഖണ്ഡങ്ങളിലാകെ ചുവപ്പു പടരുന്നു. വസന്തം വരികയാണെന്നും വികാസം നേടിയെന്നാട് വളർന്നു ഗ്രാമനഗരങ്ങൾ. ചിരിച്ചിടുന്ന നെൽപ്പാടം പിരിച്ചിടുന്ന വെൺപാത ക്ഷണം തേടുന്നു ബഹുദൂരം. കൽപ്പറ്റ മണ്ഡലത്തിലെ സിറ്റിംഗ് MLAയും JDUവിൻ്റെ മുതിർന്ന നേതാവുമായ MV ശ്രേയംസ് കുമാർ പ്രചരണ രംഗത്ത് സജീവമാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. പ്രചരണ രംഗം എങ്ങനെ ചൂടുപിടിക്കുന്നു? പ്രചരണ രംഗം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ 2ാമത്തെ റൗണ്ട് പ്രചരണം കഴിയാറായി. ഇനി 3ാമത്തെ റൗണ്ടോടുകൂടി പ്രചരണ പരിപാടി അവസാനിപ്പിക്കും. ഇപ്പം മണ്ഡലത്തിൽ 3ാം തവണയാണ്. അതെ. അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ വികസനങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള വികസനങ്ങളാണ് മണ്ഡലത്തിൽ നടത്തിയിരിക്കുന്നത്? ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ധാരാളം പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായും പറയാൻ പറ്റുന്ന ഒന്ന് കുടിവെള്ള പദ്ധതിയാണ്. അതായത് ഈ നിയോജകമണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയിലടക്കം 300 കോടി രൂപയിലുള്ള കുടിവെള്ള ശുദ്ധജല വിതരണ പദ്ധതി. കാരണം ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളമാണ്. അതിനൊരു ലോങ് ടേം സൊല്യൂഷനാണ് ഇതിലൂടെ നടക്കുന്നത്. കാരണം 30 വർഷത്തെ ജനസംഖ്യാ വർധന കണക്കിലെടുത്തിട്ടാണ്
ആ പദ്ധതി ഇവിടെ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ഏകദേശം കാരാപ്പുഴയിൽ വെള്ളമുള്ളിടത്തോളം കാലം ഒരു 50-60 വർഷത്തിന് ഈ പ്രദേശങ്ങളൊന്നും കുടിവെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല. മെഡിക്കൽ കോളേജ് അതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ 3 കോടിയുടെ കരാറ് നൽകി റോഡിൻ്റെ പ്രവർത്തനത്തിനായി. 42 കോടി രൂപ നബാർഡിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 25 കോടി സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചു. അപ്പോൾ അത് 70 കോടി ലഭിച്ചു. ഇനി 130 കോടി രൂപ കൂടി നബാർഡ് നൽകും. 200 കോടി രൂപ കൊണ്ട് ആദ്യത്തെ ഘട്ടം പൂർത്തീകരിച്ച് 2018-19 ആകുമ്പോഴേക്കും നമുക്കത് ഓപ്പറേഷനലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തോട്ടം തൊഴിലാളികൾ അതുപോലുള്ള സാധാരണ കാർഷിക മേഖല ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ പ്രൊജക്റ്റുകളാണുള്ളത്? ഇപ്പോൾ കാർഷിക മേഖലയ്ക്ക് കുറേ പ്രോജക്റ്റ്സ് ഉണ്ട്. അപ്പം ഇറിഗേഷനാണ് നമ്മൾ കൂടുതലായി നോക്കുന്നത്. അപ്പോൾ വലിയ ഇറിഗേഷൻ പ്രോജക്റ്റ്സ് ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ കാരാപ്പുഴ നമുക്ക് അതുകൊണ്ട് ഇപ്പോൾ ഒരു ഗുണം കർഷകർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ചെറിയ ചെറിയ പ്രോജക്റ്റ്സാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കോട്ടത്തറ പഞ്ചായത്ത് 2.3 കോടി രൂപ ചിലവഴിച്ച് അവിടെ ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ സ്ഥലവും അതുപോലെ ചെക്ക് ഡാമുകൾ നമ്മളിങ്ങനെ പണിത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. പിന്നെ വിലയുടെ കാര്യങ്ങൾ അത് സൈക്ലിക്കാണത്. വില സ്ഥിരത ഫണ്ടും എല്ലാം ഉപയോഗിച്ച് നമുക്കിപ്പം മുളകിനും എന്താ പറയുക ബനാനയ്ക്കൊക്കെ അത്യാവശ്യം വിലയുണ്ട്. അപ്പോൾ ആ മേഖലയിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കാപ്പി കർഷകരെ സംരക്ഷിക്കാൻ കൃഷി വകുപ്പിന് സാധിക്കില്ല എന്നുള്ളത്. കാരണം ഇത് കമ്മോഡിറ്റി ബോണ്ട് കീഴിൽ വരുന്നതാണ്. കേന്ദ്ര കൊമേഴ്ഷ്യൽ മിനിസ്ട്രിയുടെ കീഴിലാണ് അത് വരുന്നത്. അങ്ങനെ ഒരു സംഗതിയുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടുള്ള കുറേ പദ്ധതികൾ ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേ കാര്യം ഇപ്പം കർഷക മിത്ര ലോട്ടറി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലൂടെ കുറേ ചെയ്യാൻ സാധിക്കുന്ന പ്രതീക്ഷയുണ്ട്. തോട്ടം മേഖലയിൽ ആദ്യം ഞാൻ 2006 മത്സരിക്കുമ്പോൾ അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം കൂലി വർധനയെക്കുറിച്ചായിരുന്നു. അന്ന് ഞാൻ നിയമസഭയിൽ ആദ്യം സംസാരിച്ചത് അതായിരുന്നു. ഞാൻ ആദ്യം സന്ദർശിച്ച മന്ത്രിയും ഗുരുദാസായിരുന്നു, അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി. അന്ന് 5 രൂപ 95 പൈസയാണ് കൂലി കൂട്ടിയത്. അപ്പോൾ ഇത്തവണ 69 രൂപ കൂലി വർദ്ധിപ്പിക്കാൻ സാധിച്ചു. എന്നിരുന്നാലും അത് പര്യാപ്തമല്ല. കാരണം ഇന്നത്തെ ജീവിത ചെലവ് വെച്ച് നോക്കുമ്പോൾ തോട്ടം മേഖലയിൽ തൊഴിലാളികളുടെ ജീവിത ചെലവും അവരുടെ മക്കളെ പഠിപ്പിക്കുക. അപ്പോൾ നിരവധി ആൾക്കാർ വളരെ കഷ്ടപ്പെട്ട് അവരുടെ മക്കളെ എഞ്ചിനീയർമാരൊക്കെ ആക്കിയിട്ടുണ്ട്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അതിന് പ്രത്യേകിച്ച് ഈ ചായത്തോട്ടം മേഖലയിൽ വളരെ ദുഷ്കരമായ തൊഴിലന്തരീക്ഷമാണ്. കാരണം അവിടെ ഷെയ്ഡില്ല, ഈ വെയിലത്തും മഴയത്തും സ്ത്രീകൾ പണിയെടുക്കണം. അതുപോലെ ഇപ്പോൾ ടാസ്ക് കൂട്ടിയിട്ടുണ്ട്, ഇപ്പോൾ ചപ്പില്ല. അപ്പോൾ അതിലൊക്കെ കുറേ പരിഹാരം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചരിത്രത്തിലില്ലാത്തൊരു കൂലി ഉയർന്നു നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഏത് മേഖലയിൽ, ഏത് രീതിയിൽ? ഞാൻ പറഞ്ഞ മേഖലകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ തുടർന്ന് അതുപോലെ റോഡുകൾ, പാലങ്ങൾ ഏകദേശം 250 കോടി രൂപ റോഡുകൾക്കും പാലങ്ങൾക്കും അനുവദിച്ചിട്ടുണ്ട്. 1-2 പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് പണിയാനുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ കുറേ കൂടി ക്വാളിറ്റി എഡ്യൂക്കേഷൻ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കും. മെഡിക്കൽ കോളേജ് ഞാൻ പറഞ്ഞു. കാർഷിക മേഖലയിലെ സമഗ്രമായ വികസനം, ഇതൊക്കെ തന്നെയാണ് വയനാട്ടിൻ്റെ ആവശ്യം. അപ്പോൾ അതിലേക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് തുടങ്ങി വെച്ച പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനും പുതിയതായിട്ട് പദ്ധതികൾ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുക. കഴിഞ്ഞ വർഷത്തേക്കാൾ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ആണ് ഈ ഒരു പ്രചരണ രംഗത്ത് ഇറങ്ങുമ്പോൾ തോന്നുന്നത്? ആത്മവിശ്വാസമുണ്ട്. ഭൂരിപക്ഷം തീരുമാനിക്കേണ്ട ജനങ്ങളാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് വിലയിരുത്താൻ അറിയാം, കാര്യങ്ങൾ വിലയിരുത്താൻ അവർക്കറിയാം. അത് വിലയിരുത്തി കൃത്യമായ തീരുമാനമെടുക്കാൻ കാര്യപ്രാപ്തിയുള്ളവരാണ് വയനാട്ടിലെ ജനത. അത് അവർക്ക് വിടുക നമുക്ക്. എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു. വസന്തം വരികയാണെന്നും വികാസം നേടിയ നാട് വളർന്നു ഗ്രാമനഗരങ്ങൾ. ചിരിച്ചിടുന്ന നെൽപ്പാടം പിരിച്ചിടുന്ന വെൺപാത ക്ഷണം തേടുന്നു ബഹുദൂരം.